നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? എൻ ഓഫ് എ റെഗുലർ പോളിഗൺ. ഒരു റെഗുലർ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കണം. ഹൂസ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ്? എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി ആണെന്ന്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്കറിയാം, ശരിയല്ലേ? സം എന്ന് പറയുമ്പോൾ എന്താ? റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഗുലർ പോളിഗണിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം, ശരിയല്ലേ? അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അതായത് ഇപ്പോൾ എനിക്ക് എത്ര എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടോ അത് ഇൻറ്റു ഒരു ഇൻറ്റീരിയർ ആംഗിൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താ? സമല്ലേ കിട്ടുക? എത്ര ഉണ്ട്? ടോട്ടലല്ലേ കിട്ടുക? അത് എത്ര ഡിഗ്രി നമുക്കറിയാം? 360 ആണെന്നറിയാം, ശരിയല്ലേ? എന്നാ കണ്ടുപിടിക്കേണ്ടത്? ഈ എനിക്കറിയാം എത്രയാണ്? 45 ഡിഗ്രി ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു എന്താ? 360/45 ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുക 8. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 8. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഇൻറ്റു നമ്പർ ഓഫ് സൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? സം കിട്ടും. ഓക്കെ, സം കിട്ടും. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പോൾ സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, ഇതിനകത്ത് എനിക്ക് വേറൊരു സംഭവം കിട്ടും. എന്ത്? നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാം, ശരിയല്ലേ? നമ്പർ ഓഫ് സൈഡ്സ് ഇസ് ഈക്വൽ ടു സം ബൈ 1 എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, അതും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി വേറൊരു സംഭവം കണ്ടുപിടിക്കാം. ഇയും കണ്ടുപിടിക്കാമല്ല, എക്സ്റ്റീരിയർ ആംഗിളും കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? സം ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ഇനി എല്ലാത്തിൻ്റെയും സം റീപ്ലേസ് ചെയ്ത് നോക്കിയേ. എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എനിക്കറിയാം, ശരിയല്ലേ? സം എത്രയാണെന്ന് എനിക്കറിയാമല്ലോ. സം എത്രയാ? 360 ആണ് നമുക്കറിയാം, ശരിയല്ലേ? അപ്പം ഞാൻ അതിന് പകരം 360 എഴുതി. ഓക്കെ, എല്ലാ സമ്മും എനിക്കറിയാം. എന്താ? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എപ്പോഴും എത്രയാണ്? 360 ആണെന്ന് എനിക്കറിയാം, ശരിയല്ലേ? അപ്പം ഞാൻ എല്ലാത്തിനും പകരമായിട്ട് ഞാൻ എന്താ എഴുതുന്നത്? 360. സമ്മിന് പകരം ഞാൻ 360 എഴുതി. ഓക്കെ, 360 ബൈ എക്സ്റ്റീരിയർ ആംഗിൾ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കേസും സെയിം. എല്ലാത്തിലും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ കേസ് വരുമ്പോൾ എനിക്കറിയാം സം എത്രയാണ്? 360 ഡിഗ്രി. ഓക്കെ, ഈ ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കണം. ഓക്കെ.